പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 118 സങ്കീർത്തനം 24 വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. 118 സങ്കീർത്തനം 24 വാക്യം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യഹോവ ഉണ്ടാക്കിയ ദിവസം, ദൈവം എനിക്ക് വേണ്ടി കരുതിയ ദിവസം, ദൈവം പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ദിവസം, യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് പാവപരിഹാര ദിവസമാണ്. ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. പാവപരിഹാര ദിവസമാണ്. ഇന്ന് ദൈവം പ്രസാദിക്കുന്ന ദിവസമാണ്. ഇന്ന് രക്ഷാ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ്. പാവപരിഹാര ദിവസം, രക്ഷാ ദിവസം, ദൈവം സന്ദർശിക്കുന്ന ദിവസം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. 84 സങ്കീർത്തനം 10 വാക്യം വായിക്കാം. നിന്റെ പ്രാകാരനിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ, നിന്റെ ആലയത്തിൽ ഞാൻ കഴിക്കുന്ന ഒരു ദിവസം മറ്റ് 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾക്ക് അത് കഴിക്കുക, ദൈവാലയത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പള്ളിയിൽ പോയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക. ദൈവ സാന്നിധ്യം എപ്പോഴും ഓർത്തുകൊള്ളണം. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ എന്നെ ജീവനുള്ള ക്രിസ്തു കാണുന്നു എന്ന വിചാരം വേണം. യേശുക്രിസ്തു എൻ്റെ അരികത്ത് നിൽക്കുന്നു എന്നുള്ള വിചാരം വേണം. യേശുക്രിസ്തു എന്നെ ദ്വേഷിക്കുന്നില്ല എന്ന വിചാരം വരണം. യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്ന വിചാരം വരണം. പലപ്പോഴും വരാതിരിക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആകുലങ്ങളും സങ്കടങ്ങളും എല്ലാം ഇങ്ങനെ വന്ന് നിങ്ങളെ അലട്ടുന്നതുകൊണ്ട് യേശു എന്നെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സത്യം, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണം നമുക്ക്. സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം, ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. എവിടെ പോയി നിന്നാലും
ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന്. ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് വേണം. പ്രശ്നങ്ങളുണ്ട്, പ്രാതികൂല്യങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വേദന വിഷയങ്ങളുണ്ട്, അടക്കാൻ വയ്യാത്ത സങ്കടങ്ങളുണ്ട്. പക്ഷേ ഓർക്കണം, യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഹീ ഈസ് സോ ക്ലോസ് ടു മീ, എന്നോട് എത്രയും അടുത്ത് നിൽക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളെയും വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പല പ്രലോഭനങ്ങളെയും നിങ്ങൾക്ക് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പ്രലോഭനങ്ങൾ വരും ജീവിതത്തിൽ, സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ട് പ്രലോഭനങ്ങൾ. ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ വരും. പക്ഷേ ഈ പ്രലോഭനങ്ങളെ നമുക്ക് വിജയിച്ച് മുന്നേറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ക്രിസ്തു സാന്നിധ്യ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ക്രിസ്തു എന്നെ കാണുന്നു, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, ക്രിസ്തു എൻ്റെ അരികത്ത് നിൽക്കുന്നു എന്നുള്ള ബോധം വേണം. എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ബസ് നിറയെ ആളുകളാണ്. നിങ്ങൾ കൈ ഒരു അങ്ങ് മുകളിൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് നിങ്ങൾ കക്ഷത്തിൽ ഇടുക്കി പിടിച്ചുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. എവിടെ ചെന്നാലും ഏതൊരു സമയത്താണെങ്കിലും ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അത് ഉറപ്പ് കിട്ടണമെങ്കിൽ നാം ക്രിസ്തുവുമായി നിരപ്പാകണം, ക്രിസ്തുവുമായി ഐക്യമാകണം. യേശുക്രിസ്തുവുമായി ഞാൻ രമ്യതയിലാണോ? എവിടെയെങ്കിലും ഞാൻ ഉടക്കി മാറിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും ഞാൻ ഒന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് വളരെ വേഗം യഥാസ്ഥാനപ്പെടാൻ പറ്റും. കർത്താവ് നമ്മുടെ ചേർത്ത് പിടിക്കും. യേശയ്യ പറയും, ദൈവം അടുപ്പിച്ചിട്ടില്ലാതെ ആരടുക്കും? ദൈവം അടുപ്പിക്കും. നമുക്ക് സ്വന്തമായി എടുക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പാകപ്പിഴകൾ നാം കണ്ട് മനസ്സിലാക്കി വിനയപ്പെട്ട് ആ തെറ്റുകളോട്, പാപങ്ങളോട്, തിന്മയോട് യാത്ര പറയുമ്പോൾ അപ്പോൾ ക്രിസ്തു നമ്മുടെ അരികത്തേക്ക് ഓടി വരും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യ ബോധം അതെപ്പോഴും നീ ഭരിക്കണം. നിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ഈ സങ്കീർത്തനം എഴുതിയത്, 84 സങ്കീർത്തനം എഴുതിയത് കോരഹപുത്രന്മാരാണ്. നിങ്ങൾ വായിച്ചാൽ കാണാം, അതിന് മുകളിൽ ഹെഡിങ് അതാണ്, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. കോരഹപുത്രന്മാർ ആരാണ് ഈ കോരഹപുത്രന്മാർ? അതറിയണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പിന്നെയും പോകണം, കുറേ കൂടി പുറകോട്ട് പോകണം. സംഖ്യാപുസ്തകത്തിൽ ഈ കോരഹപുത്രന്മാരെക്കുറിച്ച് വ്യക്തമായ പ്രസ്താവനയുണ്ട്. 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ വായിക്കാം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസഹാരിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പെലേത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രയേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. കോരഹ് എന്ന് പറയുന്ന ആള് മോശയുടെ ഫസ്റ്റ് കസിനാണ്, അപ്പൻ്റെ സഹോദരൻ്റെ മകനാണ്. വളരെ അടുപ്പമാണ്, വളരെ നല്ല അടുത്ത ബന്ധമാണ്. ഫസ്റ്റ് കസിൻ. മോശയുടെ അപ്പൻ്റെ സഹോദര പുത്രനായ കോരഹ് ചിലരെ കൂട്ടി അവരൊരു ചെറിയ ഗ്യാങ് ഉണ്ടാക്കി, ചെറിയൊരു കൂട്ടം. അവർ പരസ്പരം ആലോചിച്ചു, നമ്മൾ ഇത്രയും പേര് പോരാ, കുറച്ചുകൂടി ഇവിടെ ആവട്ടെ. ഒരു 250 പേര് അവരുടെ ആശയത്തോട് ചേർന്നു. ഇസ്രായേൽ ജനങ്ങൾ 600,000 പേരുണ്ട് യാത്ര ചെയ്യുന്നവർ. അവരിൽ 250 പേര് അവർ തീരുമാനിച്ചു, ഈ മോശയ്ക്ക് മാത്രമേ എന്താ ഇങ്ങനത്തെ അധികാരം? എല്ലാം മോശയോട് ചോദിക്കണം, മോശയോടൊക്കെ ചെല്ലണം, മോശ പറയണത് കേൾക്കണം. അങ്ങനെയുണ്ടോ? ഇത് നമ്മളും ദൈവമക്കളല്ലേ, നമുക്ക് വലിയ ചില അധികാരങ്ങൾ നമുക്കുണ്ടല്ലോ. കർത്താവ് തന്ന ചില അഭിഷേകങ്ങൾ, പെട്ടെന്ന് ചുമക്കാനുള്ള അഭിഷേകം നമുക്കുണ്ട്, പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് ഇത് സ്ഥാപിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മയും ദൈവം കൈവിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ മോശ ഇങ്ങനെ ഒരാൾ നേതാവായി വിലസുന്നു? ഈ കോരഹ് മത്സരിയായിപ്പോയി. ഓർക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്യുന്നത് മത്സരമാണ്. ഒരിക്കലും ഇത് വരരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും ചോദ്യം ചെയ്തു പോകരുത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും, എന്നാലും ചോദ്യം ചെയ്യരുത്. മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യരുത്. പരിശുദ്ധാത്മാവോട് മത്സരിക്കരുത്. ഈ കോരഹ് ഒരു സംഘം കൂടി, ദാദാനുണ്ട്, അബീറാമുണ്ട്, ഓൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇങ്ങനെ ചിലർ കൂടി ഒരു സംഘം കൂടി അവർ നേതൃത്വം കൊടുത്തു. സംഘത്തിൽ 250 പേര് വേറെയുണ്ട്.
ഒരു സംഘം അവരാലോചിക്കുകയാണ്, എന്ത് ഈ മോശയ്ക്ക് എന്താണ് ഇത്ര അധികാരം? വായിക്കും, അടുത്ത വാക്യം. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ഈ കോരഹ് കൂട്ടം കൂടി മോശയോട് അഹരോനോട് പറയുകയാണ്, മതി മതി, മതി മതി, ഈ നിങ്ങളുടെ അധികാരമൊക്കെ വെച്ചത് കൊണ്ടിരുന്നത് മതി, മതി മതി. സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. യഹോവ അവരുടെ മധ്യേ ഉണ്ട്. യഹോവ സഭയുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇങ്ങനെ സഭയെല്ലാം വിശുദ്ധമാണ്, സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാനോനികമാണ്, കാതോലികമാണ് എന്നൊക്കെ പറയുമല്ലോ. സഭ ഏകമാണ്, വിശുദ്ധമാണ്. പിന്നെ നിങ്ങളെന്താണ് നിങ്ങൾ എല്ലാവരുടെയും മീതെ നിങ്ങൾ തന്നെ ഉയർത്തുന്നത്? നിങ്ങൾ ഏതാനും പേരും കൂടി ഈ രണ്ടുപേര് മോശയും അവരും എന്തെങ്ങനെ തങ്ങളെ തന്നെ ഉയർത്തുന്നത്? ദൈവത്തിന് സ്തോത്രം. ചോദ്യം ചെയ്തു. വലിയ കേടായിപ്പോയി, വലിയ കെടുതിയായിപ്പോയി. മോശയ്ക്കും അഹരോനും വിരോധമായി അവർ മത്സരിച്ചു. മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? ഞങ്ങൾക്കറിയരുതോ ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്? ആരും പറഞ്ഞു ഇല്ലെന്ന്? നിങ്ങൾക്ക് പറയാൻ എന്താ, വിധിക്കാൻ എന്താ അവകാശം? ദൈവം എന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ഞങ്ങളെ തരംതാഴ്ത്തുകയല്ലേ? സമൂഹത്തിന് മധ്യേ ഞങ്ങൾ വിലകെടുത്തുകയല്ലേ? ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? മോശ അഹരോനും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മോശയ്ക്ക് അഹരോനെതിരായിട്ട് മത്സരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയുന്നു നിങ്ങൾ മാത്രമാണ് വിശുദ്ധര്, ഞങ്ങളെല്ലാം പാപികളാണെന്ന് നിങ്ങൾ പറയുന്നു. എല്ലാവരും വിശുദ്ധരാണ്. ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ മാമോദിസ ഏറ്റു, പിന്നെ കുർബാന കൊണ്ടു, പിന്നെ അതിന് മുമ്പ് കുമ്പസാരിച്ചു, പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം? നമ്മളെല്ലാം വിശുദ്ധരല്ലേ? എല്ലാവരും വിശുദ്ധര്. ഇങ്ങനെ ചിന്തിക്കുന്നൊരു വലിയ സമൂഹത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. മാമോദിസ ഏറ്റു, കുമ്പസാരിച്ച് കുർബാന കൊണ്ടു, ഓൾ റൈറ്റ്, എല്ലാം ശരിയായി. പാവം പിന്നെയും ചെയ്യാം, പാവം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് മാമോദിസ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ കുഴപ്പം? കുർബാന കൊള്ളുകൊണ്ട് ചെയ്താൽ പിന്നെ തീർന്നു, എല്ലാം ശരിയായി എന്ന് പറയുന്ന ഒരു അധികാരവർഗത്തിൻ്റെ മുമ്പിലാണെന്ന് നിൽക്കുന്നത്. അങ്ങനെ മൂഢമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അധികാരവർഗമുണ്ട്. അവരുടെ അധികാര പ്രമത്തത്തിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എല്ലാവരും വിശുദ്ധരാണെന്ന് അവർ പറയുന്നത്. ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ് അവർ പറയുന്നത്. ഒന്നുകൂടെ വായിക്കൂ. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. ഈ 600,000 പേരും വിശുദ്ധരാകുന്നു. ചുമ്മാ അതല്ല, അവർ ചെങ്കടൽ കടന്നവരല്ലേ? അവർ മാമോദിസയേറ്റവരല്ലേ? ചെങ്കടൽ കടന്നു, വെള്ളത്തിൽ കൂടി കടന്നു, ചെങ്കടൽ കടന്നു. മാമോദിസയേറ്റവരല്ലേ? അവർ പാട്ടുപാടിയവരല്ലേ? ഫറവോന് ഞാൻ ഈ അടിമയല്ല, പരമസീവനിൽ ഞാൻ അന്യനല്ല എന്ന് പാടിയവരല്ലേ? അതുകൊണ്ട് അങ്ങനെ പാടിയ അവരെല്ലാവരും വിശുദ്ധരാണ്. പിന്നെ യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? നിങ്ങളെ തന്നെ ഉയർത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്കറിയരുതോ ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്ന്? ഈ സഭയുടെ മധ്യേ യഹോവയുണ്ട്, നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. സ്തോത്രം. ഈ മത്സരമെല്ലാം കേട്ടപ്പോൾ മോശ അവരോട് റിട്ടോർട്ട് ചെയ്യാൻ പോയി, അവരോട് തിരിച്ചു പറയാൻ പോയില്ല. മോശ കവിണ്ണു വീണു. അതെന്തിനാ? വിനയപ്പെട്ട്, കർത്താവേ ഞങ്ങൾക്കൊന്നും പറയാനില്ല, നീ സംസാരിക്കണമേ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വിശദീകരിക്കാനൊന്നുമില്ല കർത്താവേ, എനിക്കും അഹരോനും ഒന്നും പറയാനില്ല. ഞങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുത്താൽ അവർക്ക് മനസ്സിലാവുകയില്ല. കാരണം അവരുടെ ബുദ്ധി അന്ധമായി പോയിരിക്കുകയാണ്. അവരുടെ ബുദ്ധി അന്ധമായി പോയി, ഇരുണ്ടുപോയി, പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അവർക്ക്. മോശ കവിണ്ണു വീണ് നമസ്കരിച്ച് കരയാൻ ആരംഭിച്ചു. മോശ കവിണ്ണു വീണു. അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. സ്തോത്രം. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹ് മത്സരിച്ച മനുഷ്യനാണല്ലോ. കോരഹ്, ദാഥാൻ, അബീറാം, ഇവരെ നോക്കിക്കൊണ്ട് മോശ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ വിശുദ്ധരാണോ? ദൈവം തിരഞ്ഞെടുക്കട്ടെ. നാളെ നമുക്കത് കാണാം. നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധരാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. അടുത്ത വാക്യം. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങളിത് ചെയ്യുവിൻ. ധൂപകലശം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവിൻ. നിങ്ങൾ ധൂപകലശം എടുത്തോളൂ,
അതിൽ തീയിട്ടുകൊള്ളൂ. നിങ്ങൾ ധൂപകലശമായിട്ട് നിങ്ങൾ വന്നുകൊള്ളൂ. ധൂപക്കുറ്റിയുമായിട്ട് നിങ്ങൾ വരുന്നു. ഞങ്ങൾ ഈ ധൂപക്കുറ്റി പിടിക്കുന്ന പോലെ നിങ്ങളും പിടിച്ചോളൂ പറയുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചെയ്യുവിൻ. ധൂപകലശം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവീൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവിപുത്രന്മാരെ മതി മതി. അവർ പറഞ്ഞു, നിങ്ങൾ ഇനി മത്സരിക്കേണ്ട, നമുക്ക് നാളെ തെളിയിന്ന് കാണാം, നാളെ നോക്കാം. നാളെ രാവിലെ നിങ്ങൾ വരിക, നിങ്ങളുടെ ധൂപക്കുറ്റിയുമായിട്ട്, നിങ്ങൾ ധൂപകലശമായിട്ട് നിങ്ങൾ ധൂപം ഇട്ടുകൊണ്ട് നിങ്ങൾ വരിക. ദൈവത്തിന് സ്തോത്രം. 250 പേരോട് പറയുകയാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? നിങ്ങൾക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ടല്ലോ. കോരഹിനും ദാതാനും അബീറാമിനും ഒക്കെ ശുശ്രൂഷ തന്നിട്ടുണ്ടല്ലോ. വിലപ്പെട്ട ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ശുശ്രൂഷ ഇല്ലാത്തവരല്ല. നിങ്ങൾക്ക് വിലയേറിയ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഈ ആളുകളുടെ ഇടയിൽ ഏറ്റവും മഹത്തായ ശുശ്രൂഷ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുൻപാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? ഇപ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ ചില ശുശ്രൂഷകൾ. അല്ലാതെ നിങ്ങൾ വെറുതെ വിട്ടിരിക്കുകയല്ലോ, നിങ്ങൾക്കുമുണ്ട്. ഓരോരുത്തർക്കും ദൈവം ശുശ്രൂഷകൾ വേർതിരിച്ച് തന്നിട്ടുണ്ട്, വിഭജിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടല്ലോ, അത് പോരായോ? അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. തന്നെയല്ല, ദൈവത്തോട് അടുക്കാൻ നിങ്ങൾക്കും കഴിഞ്ഞല്ലോ. നിങ്ങൾ ഈ കണ്ട കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവത്തോട് അടുത്തവരല്ലേ? ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന് വചനം കേൾക്കാനും നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരല്ലേ? ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നതല്ലേ? എന്നാൽ നിങ്ങൾ ഈ പൗരോഹിത്യം കൂടി കാണിക്കുന്നത് എന്താണ്? ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കൂടി നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നതാണ്. അടുത്ത വാക്യം. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? നിങ്ങൾക്ക് കിട്ടിയ ശുശ്രൂഷ പോരായോ? നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടുകാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോൻ്റെ നേരെ വെറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. നിങ്ങൾ വെറുതെ മത്സരിക്കുന്നതിനാണ്. അഹരോൻ പാവം, ദൈവം പറഞ്ഞുകൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്നു. അഹരോൻ്റെ നേരെ നിങ്ങൾ എന്താ എതിർക്കുന്നത്? ഞാനും കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു, ദൈവം ഏൽപ്പിച്ചതുകൊണ്ട് ചെയ്യുന്നു. എൻ്റെ നേരെ നിങ്ങൾ എന്തിനാണ് പെറുവിറുക്കുന്നത്? ഞങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരല്ലേ, ഞങ്ങളുടെ നേരെ എന്തിനാണ് മത്സരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അവനവൻ്റേതായ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ചില ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്. ശുശ്രൂഷകളുണ്ട് ഓരോരുത്തർക്കും. ഇല്ല എന്ന് പറയരുത്, ഓരോരുത്തർക്കും ഉണ്ട്. ചിലപ്പോൾ ആളാം പ്രതി വേലയായിരിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ വേല എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ചില ശുശ്രൂഷകളുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ പുരോഹിതന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായി പാസ്റ്റേഴ്സ്, പ്രീസ്, ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഓരോ നിയമനങ്ങളുണ്ട്, സ്പിരിച്വൽ അതോറിറ്റീസ് ഉണ്ട്. ഓരോരുത്തർക്കുള്ള ശുശ്രൂഷകളുണ്ട്. ശുശ്രൂഷകൾ വേറെയാണ്. പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ വിശ്വാസികളാണ്. ഓരോരുത്തർക്കുള്ള ശുശ്രൂഷകളുണ്ട്. എനിക്ക് ഇല്ലാത്ത ശുശ്രൂഷ ഞാൻ കയറി ചെയ്താൽ ഞാൻ പാവിയായി പോകും, ഞാൻ പിടിക്കപ്പെടും. എന്നെ ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷ ഞാൻ ചെയ്താൽ ഞാൻ അപകടത്തിലായി പോകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ചില ശുശ്രൂഷകൾ കർത്താവ് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും. നിങ്ങളാരും പറയരുത് എനിക്ക് ശുശ്രൂഷ ഇല്ലെന്ന് പറയരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളോട് സംസാരിക്കാമല്ലോ. ബന്ധത്തിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ വചനം, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം പറഞ്ഞു കൊടുക്കാമല്ലോ. വചനം കേൾപ്പിക്കാമല്ലോ. വേല പലതരത്തിലുണ്ട്. ഏതെല്ലാം തരത്തിൽ വേലയുണ്ട്, എല്ലാം ചെയ്യാം. എല്ലാവരും പ്രസംഗിക്കണമെന്നില്ല, എല്ലാവരും ട്രാക്റ്റ് കൊടുക്കണമെന്നില്ല, എല്ലാവരും ഈ ബുക്ക്ലെറ്റ് കൊടുക്കണമെന്നില്ല. നമുക്ക് ഓരോരുത്തർക്കുണ്ട് ശുശ്രൂഷ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിൻ്റെ കൂട്ടക്കാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോൻ്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. അഹരോനോ അല്ല, എനിക്ക് തന്നെയോ
എന്തെങ്കിലും മേന്മയുണ്ടായിട്ടല്ല ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം മാത്രം അറിയുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ മത്സരിച്ചാൽ പാപമാണ്, മത്സരിച്ചാൽ അപകടമാണ്. ഇന്ന് അനേകരും പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കുമോ? പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അതോറിറ്റിയെ ചോദ്യം ചെയ്യും, പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ ചോദ്യം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ ചോദ്യം ചെയ്യുന്നു. പിടികിട്ടുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ദൈവം തന്ന വചനമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി തന്ന വചനമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ്, വലിയ അപകടം. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും പരിശുദ്ധാത്മാവിനെതിരായ ഒരു ചിന്ത വരരുത്. നിർബന്ധമായി ഓർത്തുകൊള്ളണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ ലാസ്റ്റ് പാർട്ട് അവിടെ നമുക്ക് കാണും. അവിടെ പറയുന്നുണ്ട്, യോഹന്നാശ്ലീഹ പറയുന്നത്, മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മരണകരമായ പാപമുണ്ട്, അതിനുവേണ്ടി അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു, ഏത് അനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. മരണത്തിനല്ലാത്ത പാപമുണ്ട്. മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. എന്താണത്? പരിശുദ്ധാത്മാവിനെതിരായ പാപം മരണത്തിനുള്ള പാപമാണ്. ഒരുപക്ഷെ നാം മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും മോഷ്ടിക്കുന്നു, ആരെങ്കിലും നാം കുറ്റം പറയുന്നു, എല്ലാം പാപം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് ആ ശീലത്തോട് യാത്ര പറഞ്ഞ് എന്നേക്കുമായിട്ട് ഇവിടെ പറഞ്ഞാൽ അവിടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മോചനം കിട്ടും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്നാൽ ഇഹത്തിലും പരത്തിലും മോചിക്കുകയില്ല. വളരെ ഗൗരവമാണ്. കർത്താവ് പറഞ്ഞ വചനമാണ്, ഇഹത്തിലും പരത്തിലും മോചിക്കുക. പരിശുദ്ധാത്മാവിനെതിരായ പാപം വരരുത്. നമ്മുടെ കൂട്ടായ്മ ഐശ്വര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്താക്കുഴപ്പം വന്നുപോയാൽ, ഒരു മത്സര ചിന്ത വന്നുപോയാൽ നിങ്ങൾ വീണുപോകും. പിന്നെ എഴുന്നേൽക്കാൻ സാധിക്കില്ലെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല. എഴുന്നേൽക്കാൻ പ്രയാസമാണെന്ന് പറയാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്ന ശമരിയിലെ ശീമോൻ എന്ന് പറയുന്ന ആഭിചാരകനോട് പത്രോസ്ലീഹ പറഞ്ഞത്, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. നീ വഷളത്ത് വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷയിച്ച് കിട്ടുമായിരിക്കും. സ്തോത്രം. അവൻ ആഗ്രഹിച്ചെന്താണെന്നറിയാമോ? പത്രോസ്ലീഹയ്ക്കും യോഹന്നാശ്ലീഹയ്ക്കും ഉള്ളതായ അധികാരം, അവർ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പകരാനുള്ള അധികാരം, അത് എനിക്കും വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ, ഞാനും കൈവച്ചാൽ എങ്ങനെ ആളുകൾക്കൊരു മാറ്റം വരുമെങ്കിൽ അത് നല്ലതാണല്ലോ, കുറേ ആത്മാക്കൾ രക്ഷപ്പെടുമല്ലോ. നല്ല ചിന്തയാണ്, ചിന്തയിൽ തെറ്റില്ല, ഉദ്ദേശം നല്ലതാണ്. ഞാനും കൈവച്ചാൽ ആത്മാവ് പകരട്ടെ. ശിവൻ അഭിചാരകനാണ്, മന്ത്രവാദിയാണ്. അവൻ മാനസാന്തരപ്പെട്ടാണ് വരുന്നത്. മാനസാന്തരപ്പെട്ടു വന്ന ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ കുറച്ച് രൂപ കൊണ്ടുവന്നു. ഈ രൂപ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണ്. എനിക്ക് നിങ്ങളുടെ കഴിവ് എനിക്കൊന്ന് തരണം, ആ വരം എനിക്കൊന്ന് തരണം. ഞാൻ ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ എനിക്ക് ആ അനുഭവം കിട്ടണം, നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഞാൻ ആരുടെ തലമേൽ കൈവയ്ക്കുന്നതോ അവർക്ക് ഈ അനുഗ്രഹം കിട്ടണം, അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം. അതിനുള്ള കൃപാവരം എനിക്ക് തരണം. പത്രോസ് പറഞ്ഞു, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ ഇതിൻ്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അത്ര ഗൗരവതരമാണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുമോ? ഒരു നിമിഷം ഒന്ന് നിങ്ങളിലേക്ക് നോക്കൂ. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? മത്സരം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മുഷിച്ചിൽ തോന്നിയിട്ടുണ്ടോ? ആത്മാവ് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവല്ല പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ ദൈവവേദന കേടുവരും. ആരിൽ കൂടി ആ പറഞ്ഞോ അവന് കേടുവരും. അപ്പോൾ ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ 3 ദിവസം ഉപവാസം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇരിക്കട്ടെ, സപ്പോസ് അങ്ങനെ സങ്കല്പിക്കാം. 3 ദിവസം ഉപവാസം എടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ 3 ദിവസം ഉപവാസം എടുക്കാൻ ചിലർക്ക് തയ്യാറായി. ചിലർ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? പ്രത്യേകിച്ച് ഒരു കെടുതിയൊന്നുമില്ല, 3 ദിവസം ഉപവാസം എടുക്കേണ്ട കാര്യം എന്താ? ഞാനത് ചെയ്യുന്നില്ല. ചിന്തിച്ചു. 3 ദിവസം ഉപവാസം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തരാതെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എനിക്ക് ശിക്ഷ വരും. ദൈവത്തിന് ദോഷമില്ലല്ലോ. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് തരാതെ ഞാനത് പറഞ്ഞെങ്കിൽ എനിക്ക് ശിക്ഷ വരും. നിങ്ങൾക്ക് രക്ഷപ്പെടാം, കാരണം നിങ്ങളനുസരിച്ചു, കുഴപ്പമില്ല.
നേരെ മറിച്ച് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഇത് ശരിയോ, ഇത് ദൈവത്തിൻ്റെ ആത്മാവോ, ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ വീണു നിലംപരിയായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഗൗരവമേറിയ കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും പരിശുദ്ധാത്മാവോട് മത്സരിക്കരുത്. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ആത്മാവിനെ ചിന്തിക്കരുത്. നമുക്കറിയാൻ പാടില്ല പല കാര്യങ്ങളും, നമുക്കറിയാൻ പാടില്ല. ഞാൻ ചിന്തിക്കുക അങ്ങനെയാണ്, എനിക്കറിയാൻ പാടില്ല പല കാര്യങ്ങളും, എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ഈ ചെറിയ ബുദ്ധിയിൽ മനസ്സിലാവുകയില്ല. പക്ഷേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവം എനിക്ക് തന്ന ഒരു മഹാഭാഗ്യമായിരുന്നത്. ആദ്യകാലം മുതൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞോ, അത് ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ കൂടി എനിക്ക് തന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ, അതെല്ലാം ഞങ്ങൾ പപ്പായെന്ന് അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി തന്ന നിർദ്ദേശങ്ങൾ കണ്ണുടച്ച് ഞാൻ അനുസരിക്കും. എനിക്കൊരു കുഴപ്പമുണ്ടായില്ല, അവിശ്വാസം വന്നില്ല. ഞാൻ എൻ്റെ ബുദ്ധിയിൽ എടുത്തില്ല. കാരണം ബുദ്ധി എടുക്കാൻ അതിനുള്ള ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. ഏതായാലും ഭാഗ്യം, ഞാൻ കണ്ണുടച്ചങ്ങ് അനുസരിച്ചു. അതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടി. ഇന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കുക. ആത്മാവിൻ്റെ വചനത്തിന് മുന്നിൽ തല താഴ്ത്തുക, ആത്മാവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങുക. സബ്മിസീവ് നാം ആത്മാവിന് മുമ്പിൽ കീഴടങ്ങുക. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങുക, വചനത്തിന് മുമ്പിൽ കീഴടങ്ങുക, വചനത്തിന് മുമ്പിൽ നിങ്ങൾ വിനയപ്പെടുക. കർത്താവേ, ആമേൻ കർത്താവേ, അതേ കർത്താവേ. ദൈവത്തിന് യേസ് ലോഡ് പറഞ്ഞോളൂ. യേസ് ലോഡ്, അതേ കർത്താവേ. ആമേൻ കർത്താവേ, അതേ പറയണം. കർത്താവേ, അതങ്ങനെ തന്നെ. എനിക്ക് ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല, പറയണം. എനിക്ക് ചിന്തിക്കാൻ കഴിവില്ല. എല്ലാം അറിയുന്നവനായ ക്രിസ്തു എനിക്ക് വചനം തരുന്നു, ഞാൻ സ്വീകരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലുള്ള ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധാത്മാവിനെതിരായ ചിന്തകൾ വന്നത് എല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ആത്മാവിനെതിരായ ചിന്തകൾ വന്നതെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചായ ചിന്തകളിൽ നിന്ന് വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചായ ചിന്തകളിൽ നിന്ന് വിട്ടുപോകട്ടെ. കർത്താവേ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. കർത്താവേ, ഇത് ദൈവം എനിക്ക് വേണ്ടി പാവരിയായ ദിവസം കരുതി വെച്ചിരിക്കുന്നു, സന്ദർശന ദിവസം കരുതി വെച്ചിരിക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി രക്ഷാ ദിവസം കരുതി വെച്ചിരിക്കുന്നു. ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവിനെതിരായി എൻ്റെ മനസ്സിൽ പലപ്പോഴും ഇരുണ്ടുകൂടിയതായ പാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ. എന്നേക്കുമായി ഞാൻ എൻ്റെ പാപങ്ങളോട് യാത്ര പറയുന്നു. കർത്താവേ, ഇനിമേൽ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി ഞാനൊന്നും ചിന്തിക്കുകയില്ല, ഞാൻ പറയുകയില്ല, ഞാൻ സംസാരിക്കുകയില്ല, ഞാൻ ആർക്കും എതിരായി ഒന്നും വേണ്ടുകയില്ല. കർത്താവേ, ഞാൻ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു വിനീത ശിഷ്യനായി ഞാൻ നിൽക്കും. കർത്താവേ, വന്നുപോയ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കൂ. അപ്പോൾ ഈ തീരുമാനമെടുത്തവരുടെമേൽ എൻ്റെ നാഥൻ്റെ ആണിപ്പാളകരം വെച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ തീരുമാനമെടുത്തവരുടെ പേര് ജീവനവസ്ഥയിൽ എഴുതിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. അടുത്ത രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.